ഫാദർ. ആ ആ കുട്ടിച്ചന്റെ ഭാര്യയൊക്കെ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ല. നാളെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിശോധനയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് പറയാം. നല്ല വീഴ്ചയല്ലേ വീണത്? ആ തനിച്ചായി പോകുന്നവരുടെ ഒരു അവസ്ഥയാ. എന്നെ വിഷമിപ്പിച്ചാലേ പറ്റുള്ളൂ. എടാ ഞാനൊരു പൊതുതത്വം പറഞ്ഞതാടാ, അല്ലാതെ ഞാൻ തനിച്ചാവുന്നു, കട്ടിൽ നിന്ന് താഴെ വീഴുന്നു, അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ല നീ നേരെ ഇങ്ങോട്ടാണോ വന്നത് അതോ സ്നേഹയുടെ അടുത്തുനിന്നോ? ഇല്ല, ഇനി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. യാത്ര മുടക്കി തിരിച്ചു വന്നതിന് നല്ല പരാതിയുണ്ട്. ഫാദറിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഓ അങ്ങനെ കൃത്യമായ വാചകങ്ങളൊന്നും ഞാൻ ഓർത്തു വെച്ചിട്ടില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ അറിയാലോ പരാതിയുടെ ആഴം. അല്ല അതുണ്ടാവും. ആശിച്ച് മോഹിച്ചൊരു സ്ഥലത്ത് പോയതല്ലേ, അത് പാതി വഴിക്ക് മുറിയുമ്പോ ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷന്റെ ബാക്കി ഇന്നലെ കാണിച്ചിരുന്നു. എന്ത്? പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു വയറുവേദന. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വേഗം കൂടി ചെല്ലണം, അതാണ് ഡിമാൻഡ്. എന്നിട്ട് കാര്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയില്ല. എമർജൻസി ആണെങ്കിൽ അങ്കിളിനോട് സ്നേഹം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. സംഗതി ആ മരുന്നിൽ തീർന്നു. ആ മരുന്നിൽ തീർന്നു എന്നുള്ളത് നിന്റെ വിശ്വാസാ മോനെ അരുണേ. പെണ്ണുങ്ങളുടെ മനസ്സാ, അതങ്ങനെ കലങ്ങി കലങ്ങി അത് അവിടെ തന്നെ കിടക്കും. ഈ ബുദ്ധിമാന്മാരെ ആണുങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ എളുപ്പം പറ്റും. ഓ ആ വിശ്വാസം ഉണ്ടല്ലോ നിനക്ക്? ഉണ്ട്. ഞാനിപ്പോ ഫാദറിനെ പോലെ അല്ലല്ലോ. കുടുംബജീവിതത്തിലൊക്കെ വലിയ എക്സ്പീരിയൻസ്ഡ് അല്ലേ. ഫാദർ ചുറ്റുപാടുമുള്ള എല്ലാവരെയും നോക്കി നിരീക്ഷിച്ച് മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചങ്ങ് പ്രാക്ടിക്കലാക്കുന്നു. കൊള്ളാടാ, എന്നേക്കാൾ മിടുക്കനാണ് നീ എന്ന് അംഗീകരിച്ച പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേ വിഷയത്തിൽ നീ എൻ്റെ മുന്നിൽ വന്നിരുന്ന് നീ മോങ്ങുന്നത് എനിക്ക് കാണേണ്ടി വരരുത്, അത്രേ ഉള്ളൂ. അതൊന്നും ഉണ്ടാവില്ല ഫാദർ. ആ പിന്നെ മൈഥിലി എന്തു പറയുന്നു? ഞാൻ മൈഥിലിയെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. മോള് സ്ഥലത്തില്ലാത്തതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് തോന്നുന്നു. സാരംഗ സാറി ചെയ്യുന്നതൊക്കെ ഒരു ക്രൂരത തന്നെയാണ്. ആ പരസ്പരം പിരിഞ്ഞവരല്ലേന്നൊരു ന്യായം അയാളെ രക്ഷിക്കും. പക്ഷേ ആ പാവം പെണ്ണനുഭവിക്കുന്ന വേദന അയാൾക്ക് മനസ്സിലാവില്ലല്ലോ. കച്ചവടക്കാരല്ലേ ഫാദർ, മനുഷ്യരുടെ കണ്ണീരിന്റെ വിലയൊന്നും അയാൾക്ക് മനസ്സിലാവില്ല. ഇന്നലെ മുഴുവൻ നേരവും മൈഥിലി മാം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടെങ്കിലും മൈഥിലി മാം അവിടെയൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു തോന്നൽ പോലെ. ഞാനത് സ്നേഹയോട് പറഞ്ഞു, അവളത് ഉൾക്കൊണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ആ ചേമ്പിലയിൽ വെള്ളം വീഴുന്നത് ഒഴുകിപ്പോണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ലല്ലോ. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ ചില ഉപദേശങ്ങളും, ഉപദേശിക്കുന്നവർ ഉപദേശിക്കും, ഒഴുകിപ്പോണ്ടവർ ഒഴുകിപ്പോകും, അത്ര തന്നെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. ഓ അവിടെ സ്നേഹ വിചാരണക്കോടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. പ്രതി കൃത്യസമയത്ത് ഹാജരായില്ലെങ്കിലേ പ്രശ്നം ഉണ്ടാവും. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, കുടുംബജീവിതം ആസ്വദിക്കാൻ പഠിച്ചിരിക്കുന്നു നീ. അതും ഒരു തമാശയായിട്ട് എടുത്തത്. ഈ നിലയ്ക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഞാൻ വിളിച്ചോളാം ഫാദർ. ഓ വേണ്ട മോളെ, അമ്മ തനിയെ കഴിച്ചോളാം. വേണ്ട വേണ്ട, കൈയൊന്നും അനക്കണ്ട. ഇതൊക്കെ എനിക്ക് വാരിത്തരാവുന്നതേ ഉള്ളൂ. നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കുമില്ല. എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നത് നേരത്തെ പോയി. അടുത്തിരിക്കാനോ പരിചരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. പകരം ലക്ഷ്മി അമ്മയെ തന്നു. ഇതെന്റെ ചുമതലയാ. ഇതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കഴിച്ചേ. മതി മോളെ. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ഡോസ് എത്രയെന്നറിയോ? ഞങ്ങളെ ഡോക്ടേഴ്സ് മുമ്പിലിരിക്കുന്ന പേഷ്യൻസിനോട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറയും.
അങ്ങനെ പറഞ്ഞാലും കൃത്യമായിട്ട് അവർ കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാ. പക്ഷെ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ. കൃത്യമായി ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് എടുത്തു വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? കഴിച്ച് എന്താ ഇത് ലക്ഷ്മി, നിനക്ക് തനിയെ ഭക്ഷണം കഴിച്ചൂടെ? ഞാൻ പറയാണ്ടാണോ, ചെയ്യാണ്ടല്ലേ? ഈ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടറാ. സ്റ്റാഫൊക്കെ വരുമ്പോ മൈഥിലി മോൾ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞ അതിനെന്താ? എൻ്റെ അമ്മയെ പരിചരിച്ചല്ലേ ഞാൻ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. ഇനി മതി മോളെ, ശരിക്കും വയറ് നിറഞ്ഞിട്ടാ. ശരി, കുറച്ചു കഴിയുമ്പോ ഒരു ഗ്ലാസ് പാല് വരും, അതുകൂടെ കുടിക്കണം. എന്റെ മോളെ പറഞ്ഞാ കേക്കില്ല. പാലും മുട്ടയൊക്കെ ജന്മശത്രുക്കളാന്ന ധാരണ. എന്നാ പിന്നെ നമുക്ക് ആ ശത്രുത അങ്ങ് മാറ്റിക്കളയാം. ഞാനിതൊന്ന് കഴുകി വെച്ചിട്ട് വരാം. ആ, ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ടോ നിങ്ങള്? ഇത്രയൊക്കെ ചെയ്യുന്ന അവളെയാ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ ദ്രോഹിക്കുന്നത്. അതെത്രമാത്രം ശാപമായിരിക്കുമെന്നറിയോ? ലക്ഷ്മി ഇപ്പൊ കൂടുതൽ സംസാരിക്കണ്ട. പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല. ഞാൻ കൈയെടുത്ത് തൊഴുതു പറയാ, ലോകത്താര് വേണമെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചോ, അവളെ മാത്രം വെറുതെ വിട്ടേക്ക്. വായ കഴുകണ്ടേ അമ്മേ? ഇതെന്തു പറ്റി? അതിൻ്റെ ഇടയിൽ രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞു ഉടക്കായോ? ഹേയ് ഇല്ല മോളെ. പിന്നെന്താ കുടിച്ചും വല്ലാതിരിക്കുന്നത്? ഇവളുടെ സുഖമില്ലായ്മയെ കുറിച്ച് ചിന്തിച്ചപ്പോ പെട്ടെന്ന് മനസ്സിലൊരു വിങ്ങൽ. ഒന്നുമില്ല കുടിച്ച, അമ്മയ്ക്ക് വേഗം സുഖാവും. കുടിച്ചും ധൈര്യമായിട്ടിരിക്കും. ഫാദറിന്റെ അടുത്ത് കയറിയോ? ആ കയറി. തിരിച്ചു വന്നിട്ട് ഫാദറിനെ കണ്ടില്ലായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയുണ്ട് അന്തരീക്ഷം? അവള് മുറിയിലുണ്ട്. ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, പിണക്കമായിരിക്കും. പിന്നെ വേദന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ് എന്നോടൊന്നും പറഞ്ഞില്ല. അങ്കിള് ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ ഈസി ആയിട്ട് പരിഹരിച്ചോളാം. നിങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നവര് മാത്രമേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അരുണിന്റെ കാര്യപ്രാപ്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കുറച്ചുകൂടി ഒന്ന് മനസ്സോർക്കാനുണ്ട് സ്നേഹ. അത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നവർക്ക് മനസ്സിലാവും. ചുറ്റുപാടുള്ള കാര്യങ്ങൾ സ്വയം നോക്കിക്കാണാൻ പഠിക്കും. എന്തായാലും ഞാനൊന്ന് സോൾവ് ചെയ്യട്ടെ. ആയിക്കോട്ടെ. എന്തു പറ്റി? താൻ മുറിയിൽ തന്നെയാണെന്ന് അങ്കിള് പറഞ്ഞു. ഞാനിവിടെയല്ല, എന്താ പ്രശ്നം? അരുൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്നതാണോ അതോ ഇപ്പൊ തന്നെ വീണ്ടും പോകുന്നുണ്ടോ? അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകേണ്ടി വരും. തൽക്കാലം എങ്ങോട്ടുമില്ല. അതെന്തായാലും നന്നായി. താൻ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരുന്നത്? എത്ര തവണ വിളിച്ചു ഞാൻ? പറയാനുള്ള കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് വരാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ഫോൺ എടുത്താലും അത് തന്നെ ആയിരിക്കുമല്ലോ പറയാ. വാശിയാണോ? എനിക്ക് വാശിയൊന്നുമില്ല. ഞാൻ ആരോടാ വാശി കാണിക്കുന്നേ? എടോ, ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലെ, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ പരസ്പരം സ്നേഹം ചെക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ് താൻ കാണിച്ചത്. തനിക്കൊരു വേദന വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നത് താനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മൈഥിലി മാമിനായാലും ഫാദറിനായാലും എന്റെ അച്ഛനായാലും അരുണിനായാലും എന്നെ കാണുമ്പോൾ ഉപദേശങ്ങൾ ഇങ്ങനെ മനസ്സിൽ തികട്ടി വരുന്നുണ്ട്. ഞാനെന്താ വേദപഠന ക്ലാസ്സിൽ പഠിക്കാൻ ചേർന്ന കുട്ടിയാണോ? എനിക്കെന്താ മനുഷ്യനെ അളക്കാൻ അറിഞ്ഞൂടെ? ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ അറിഞ്ഞൂടെ? അതറിയില്ല എന്നുള്ള തെളിവാണല്ലോ ഇന്നലത്തെ വിളി. എടോ, അറ്റ്ലീസ്റ്റ് താൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും MBBS പഠിച്ച ആളല്ലേ? ഒരു വയറുവേദന കൈകാര്യം ചെയ്യാൻ പോലും തനിക്ക് പറ്റില്ലേ? ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല.
എക്സ്പേർട്ട് അല്ലാണ്ടും വയറുവേന മാറിയല്ലോ. അത് സഹിക്കാനുള്ള എന്റെ മിടുക്ക. ശരി ശരി, ഏതായാലും തർക്കത്തിനില്ല. എനിക്കൊന്ന് കുളിക്കണം, കുറച്ചു നേരം ഉറങ്ങണം. ആയിക്കോട്ടെ, ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും ഇങ്ങനെയാണോ? ഭർത്താവ് ജോലിക്ക് പോയി രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് ക്ഷീണിച്ചു വന്നിരിക്കുന്നു. ഒരു ചായ വേണമെന്ന് ചോദിക്കാൻ പാടില്ലേ? ചായ വേണോ? വേണ്ട. ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലേ താനിപ്പോൾ അടുക്കളയിലേക്ക് പോകണ്ട. നമുക്ക് രണ്ടുപേർക്കും കുടിക്കാനുള്ള ചായ ഉണ്ടാക്കാം. അത് കുടിക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കെന്തായാലും വേണ്ട. താൻ കുടിക്കുന്നു, ഞാൻ എൻ്റെ കൈ കൊണ്ടിടുന്ന ചായ കുടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അത് ഞാനങ്ങ് പരിഹരിച്ചു തരാന്നേ. ആ പിന്നൊരു കാര്യം, ഈ മൂഡ് ഓഫും മുഖം വീർപ്പിക്കലും ഒക്കെ ഒരു ചായ തിളപ്പിക്കുന്നവരെ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിക്കൊള്ളണം. നന്നായിട്ട് പെരുമാറിക്കൊള്ളണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ. ഒന്ന് സമ്മതമാണെന്ന് പറയടോ, ഞാനൊന്ന് സമാധാനമായിട്ട് പൊക്കോട്ടെ. എന്താന്ന് വെച്ചാ ചെയ്. ശരി ശരി, ആദ്യം ഒരു ചായ, പിന്നെ കുളി, പിന്നെ പ്രശ്ന പരിഹാരം, എന്നിട്ട് ഉറക്കാം. അങ്ങനെ ചാർട്ട് ചെയ്യാം നമുക്ക്. എന്താ? മൗനം സമ്മതം. ഞാൻ ഉറപ്പിച്ചു. ഓക്കെ? എന്തായി? പ്രോബ്ലം ഓൾമോസ്റ്റ് സോൾവ്. ഞാൻ ഏതായാലും ഒരു ചായ എടുത്തേ. മോൻ ക്ഷീണിച്ചു വന്നതല്ലേ, ചായ ഞാനിടാം. വേണ്ട വേണ്ട, എൻ്റെ പ്രിയതമയ്ക്ക് എൻ്റെ കൈ കൊണ്ടൊരു ചായ ഇട്ടല്ലേ അവളുടെ ബുദ്ധിമുട്ടൊക്കെ മാറും. അതുകൊണ്ട് ഞാനിടാം. ആ, ഈ ദാമ്പത്യ ബന്ധത്തിൽ ഇത്ര ട്രിക്സ് ഒക്കെ ആവശ്യമുണ്ടല്ലോ. അങ്കിള് പണ്ടേ കോഴ്സ് കഴിഞ്ഞ ആളല്ലേ. ഇതെന്താ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോവാം, സമയാവുന്നല്ലേ ഉള്ളൂ. സാരംഗ സ്ഥലത്തില്ലാത്തപ്പോ മൊത്തം ഉത്തരവാദിത്തങ്ങളും രഞ്ജിത്തിനെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാം കൂടി കൊളമാക്കുവോ? എന്റെ ഡ്യൂട്ടിയൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തോളൂടോ. ഇന്നലെ കിടന്നപ്പോ ലേറ്റ് ആയില്ലേ, അതാ ഒരു ഹാങ് ഓവർ. കളി എന്തായി? ഏത് കളി? ഇന്നലത്തെ ചെസ് കളി. അതോ, കുറെ സമയം കഴിഞ്ഞപ്പോ അവളിരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അപ്പൊ പിന്നെ നിർത്തിക്കളയാന്ന് ഞാനും തീരുമാനിച്ചു. ഗെയിം തീരാതെ നിർത്തില്ലെന്ന് ആവണിയും. പിന്നെന്താ മാർഗം? ഞാൻ കരുതി കൂട്ടി അങ്ങ് തോറ്റു കൊടുത്തു. ആഹാ, വിട്ടുകൊടുത്തോ? രഞ്ജിത്തിന് അങ്ങനെ ഒരു ശീലം ഇല്ലല്ലോ. പാവം, നമ്മുടെ കൊച്ചല്ലേടോ. ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. രഞ്ജിത്ത് പറഞ്ഞത് നീ കേട്ടോ? സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഏട്ടൻ നിന്നെ ജയിപ്പിച്ചതാണോ? പിന്നെ ജയിപ്പിച്ചു. അവസാനം വരെ ജയിക്കാൻ എന്തൊക്കെ നോക്കിയെന്നറിയോ? പിന്നെ ഞാൻ പിടിച്ചു കെട്ടി. അല്ലടോ, ആവണിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം. ഉള്ള കാര്യം പറയണമല്ലോ. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ പഴയ ആയുധങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കട്ടെ. ഇന്ന് ഞാൻ ആവണിയെ തോപ്പിക്കും. അപ്പൊ ഇന്നും ഉണ്ടോ പരിപാടി? പിന്നല്ലാതെ, യുദ്ധം തുടങ്ങിയ പിന്നെ റെസ്റ്റ് ഉണ്ടോ? അല്ലേ ആവണി? എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല. ഏട്ടൻ വിളിച്ച വേണമെങ്കിൽ കൂടെ ഇരിക്കാം, അത്രേ ഉള്ളൂ. കണ്ടോ അഹങ്കാരം. ഒറ്റത്തവണ ജയിച്ചതിന്റെ അഹങ്കാരോ? ഇതെന്തായാലും ഞാൻ തീർത്തിരിക്കും. എന്നാ നമുക്ക് കാണാലോ. കളി തോറ്റാലും ജയിച്ചാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അവളൊന്ന് കളിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയല്ലോ. വന്നു കയറിയ ആളാണോ ഇപ്പോ? എടോ, അതിങ്ങനെ പതുങ്ങിയിരിക്കുന്നൊന്നും നോക്കണ്ട. നന്നായിട്ട് സംസാരിക്കും, നല്ല തമാശയും പറയും. ഇന്നലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അമ്മായി വന്ന് അവളെ കാണുമ്പോഴാ ഞെട്ടിപ്പോവാ. അമ്മായി പ്രതീക്ഷിക്കോ ഇങ്ങനൊരു മാറ്റം? ആദ്യം നമ്മൾ ഒഴിവാക്കാൻ നോക്കിയതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു നമ്മുടെ കൂടെ ഒരാളുള്ളത് നല്ലതെന്നാ. എന്തു പറ്റി? ഒന്നുമില്ലടോ, ഒരു കൂടെപ്പിറപ്പ്, ഒരു അനുജത്തി. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തർക്കിക്കാം, തലയ്ക്കൊരു കൊട്ടു കൊടുക്കാം. അതൊക്കെ ഒരു രസമല്ലേ? അത് രസമാണ്. പക്ഷെ ഇപ്പൊ റെഡി ആയില്ലെങ്കിൽ ഓഫീസിൽ പോകാൻ പറ്റില്ല. പോകുന്നുണ്ടോ? പോയേ പറ്റൂ. പറ്റുകയാണെങ്കിലേ വൈകുന്നേരം നേരത്തെ വരാം. എന്നിട്ടെന്താ പരിപാടി? ചുമ്മാ ഇറങ്ങാം, കറങ്ങാം. സമയം കിട്ടുകയാണെങ്കിൽ വിളിച്ചിട്ട് റെഡിയായി നിൽക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ റെഡിയായി നിൽക്കാം. അല്ലാതെ ഞാൻ റെഡിയായി നിന്ന് അങ്ങോട്ട് വിളിച്ചാ വരില്ലെന്ന് പറഞ്ഞാ എനിക്ക് ദേഷ്യം വരുവേ. അത് മതി. എന്തെങ്കിലും കുരിശു വന്ന് കയറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ റെഡി ആവട്ടെ. പിന്നെ സാരംഗ് വിളിക്കാൻ മറ്റോ ചെയ്യുകയാണെങ്കിലേ നിങ്ങളൊരു നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ യാമി ഒന്ന് നാട്ടിലെത്തിക്കാൻ പറയണേ. ഞാനൊന്ന് നോക്കട്ടെ.
ഒഫീഷ്യൽ കാര്യങ്ങൾക്കപ്പുറത്ത് സാരംഗ് സംസാരിക്കുന്നത് വളരെ കുറവാ. അങ്ങനെ സംസാരിച്ചാ പറയാം. മൈഥിലിയുടെ വിഷമം മാറിക്കോട്ടെ എന്ന് കരുതിയ പരീക്ഷിക്കപ്പെടുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ശരിയടോ, ഞാൻ റെഡി ആവട്ടെ.